അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയുടെയും കൈതപ്പോയിലിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലത്ത് ഇന്നലെ ഒരു ഉമ്മയെ സ്വന്തം മകൻ കൊടുവാളുകൊണ്ട് കത്തികൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്തയാണ് ഇന്ന് നമ്മൾ കേട്ട ഏറ്റവും ദുഃഖകരമായൊരു വാർത്ത. 53 വയസ്സുള്ള സ്വന്തം മാതാവിനെ, അതും അർബുദ രോഗം വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ശരീരം തളർന്ന് കിടക്കുന്ന ഒരു ഉമ്മയെ വീട്ടിൽ കയറി തൻ്റെ ഏകമകൻ 24 വയസ്സ് വരുന്ന ആഷിഖ് എന്ന് പറയുന്ന പൊന്നുമകൻ ആ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ, ആ മകൻ അഡിക്ഷൻ അഥവാ ലഹരിക്ക് അടിമയായിക്കൊണ്ട് അതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ബാംഗ്ലൂരിലുള്ള ഒരു സ്ഥാപനത്തിൽ ചികിത്സയിലായിരുന്നു. അവിടുന്ന് ഉമ്മയെ കാണാനെന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുത്താണ് ആ മകൻ വീട്ടിലേക്ക് വന്നത്. അങ്ങനെ ഇന്നലെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ പോയി, അഥവാ അയൽവാസിയുടെ വീട്ടിൽ പോയിട്ട് തേങ്ങ പൊളിക്കാനെന്ന് പറഞ്ഞ് കൊടുവാൾ കൊണ്ടുവന്ന് വീട്ടിൻ്റെ അകത്ത് കയറി കട്ടിലിൽ തളർന്നു കിടക്കുന്ന സ്വന്തം ഉമ്മയെ മുഖത്തും കഴുത്തിലുമായി വെട്ടി കൊലപ്പെടുത്തുകയാണ്. ഈയൊരു അവസ്ഥ, അതല്ലെങ്കിൽ ഇതേ രൂപത്തിലുള്ള സംഭവങ്ങൾ പലപ്പോഴായി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നാം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥ വില്ലൻ, യഥാർത്ഥ കാരണം ലഹരിയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഈ മകനും ലഹരിക്കടിമയായിരുന്നു എന്ന് നമ്മളിപ്പോൾ കേൾക്കുകയായി. ഏതായിരുന്നാലും വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ഒരു വാചകം എത്രമാത്രം അർത്ഥവത്താണ്, എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് എന്ന് ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. അല്ലാഹു തആല പറയുന്നു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അതേ കഞ്ചാവ്, മദ്യം, ചൂതാട്ടം, മറ്റു ലഹരി പദാർത്ഥങ്ങൾ, ഇതെല്ലാം പിശാചിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ വെടിയണം, നിങ്ങൾ വിജയികളാകാൻ വേണ്ടിയെന്ന് അല്ലാഹു തആല നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ലഹരി പദാർത്ഥങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാതെ, അതിലൊന്നും അടിമകളാകാതെ നമ്മളൊക്കെ ജീവിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഉമ്മക്ക് അല്ലാഹു സ്വർഗം നൽകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു തആല അത്തരം പ്രയാസങ്ങളെ തൊട്ട് നമ്മെയും കുടുംബത്തെയും നമ്മുടെ മക്കളെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.